എല്ലാവർക്കും നമസ്കാരം. സത്യം അത് ഏത് സമയത്തായാലും സത്യമേ വിജയിക്കൂ. ഞാനിന്ന് മറ്റത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യധാര ചാനലുകളിൽ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം അത് ചർച്ച ചെയ്യുന്നതിനായിട്ട് ഞാൻ എൻ്റെ കൊച്ചു ചാനലായിട്ടുള്ള ജെഫേസ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇട്ടിരുന്നു. അത് ഇന്ന് കാലത്ത് മറ്റത്തൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി KR ഔസേപ്പ് അദ്ദേഹം വലിയൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വിശ്വാസ്യത കുറവ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ എനിക്ക് തോന്നി. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്. അത് ഞാൻ പുറത്തേക്ക് വിട്ടത്. അതായത് 23-ാം തീയതി ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് KR ഔസേപ്പ് 23-ാം തീയതി തൻ്റെ വീട്ടിലേക്ക് തന്നെ കൂടെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കളോട് അദ്ദേഹം പറയുന്നു, ഞാൻ കൂടെ നിൽക്കണമെങ്കിൽ എന്നെ ആദ്യം അകത്തിരുത്തണം. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് എങ്ങനെ ഭൂരിപക്ഷം ഇപ്പോൾ കിട്ടും, 10 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഭരിക്കാൻ സാധിക്കും, BJP സപ്പോർട്ട് ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞുവെന്ന് ഇദ്ദേഹം തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിനുള്ള ആദർശ പുരുഷൻ ഉയർത്തെഴുന്നേറ്റു, വർഗീയവാദികളോട് കൂട്ടു നിൽക്കാനായിട്ട് എനിക്ക് ഒരുക്കമല്ല, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ വേറെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. ഇതേ ആദർശവാദിയായ മനുഷ്യൻ 26-ാം തീയതി ഡിസംബർ 26-ാം തീയതി കോൺഗ്രസിൻ്റെ 11-ാം വാർഡ് കമ്മിറ്റിയിൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ വർഗീയവാദികളുടെ സപ്പോർട്ട് ഉണ്ടായി ഇദ്ദേഹം അങ്ങോട്ട് ഉരുകിത്തീരെന്ന് പറഞ്ഞില്ലേ, അതേ തീരുമാനമനുസരിച്ച് ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇദ്ദേഹത്തെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മിനിറ്റ്സിൽ 7-ാം നമ്പറുകാരനായി ഇദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നു. ആ വാർത്തയാണ് ജെഫേസ് മീഡിയ പുറത്തുവിട്ടത്. ഇന്ന് ഈ വാർത്ത റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയായി. റിപ്പോർട്ടർ ചാനലിലെ അവതാരിക കൃത്യമായിട്ട് ഈ ചോദ്യം ഇത് ചോദിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവായിട്ടുള്ള അബിൻ വർക്കിയോട് പറഞ്ഞു. അബിൻ വർക്കി ആ ചാനൽ ചർച്ചയിലെ പാനലിലിരുന്ന ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ ആളോട് നേരിട്ട് ചോദിക്കണം, നിങ്ങൾ 23-ാം തീയതി ആദർശം പറഞ്ഞ ആൾ 26-ാം തീയതി എന്തിനു പോയി ഒപ്പിട്ടു? ഇത് മറ്റത്തൂരിലെ ജനത അറിയണല്ലോ. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേ നമുക്കറിയാം, ഒരു 10 ഗ്ലാസ് വെള്ളം വെച്ചെങ്കിൽ ഔസേപ്പ് അത് നിന്നലിപ്പിൽ കുടിക്കും. 1 ലിറ്റർ വെള്ളം വെച്ചാൽ അത് എപ്പോൾ കാലിയായി നോക്കിയാൽ മതി. ആകപ്പാടെ കൂടി ഒരു ഭയങ്കരമായിട്ടൊരു ഒരു അവസ്ഥ ഔസേപ്പിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഞാൻ ആ വീഡിയോ ഇതിലിടുന്നുണ്ട്. അതുകൊണ്ട് ഔസേപ്പ് പറയുന്നുണ്ടെന്നറിയോ, ഞാൻ അതിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ 10-15 പേര് നിൽക്കണുണ്ടു. നമ്മളിങ്ങനെ വഴി കൂടെ പോകുമ്പോൾ 10-15 പേര് നിൽക്കണുണ്ട്, നമ്മൾ പോയി അതിൽ ഒപ്പിടോ? എന്ത് വലിയ കല്ല് വെച്ച നുണയാണ് ഔസേപ്പ് താങ്കൾ ഈ കാലത്ത് മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറഞ്ഞത്. മൊത്തം പൊളിഞ്ഞില്ലേ, തവിട് പൊടിയായില്ലേ? എന്തിനാണ് ഇതൊക്കെ പൊളിക്കാൻ വേണ്ടി, ഇങ്ങനത്തെ വാർത്തകളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുക. വെറുതെ അല്ല ജെഫേസ് മീഡിയ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നത്. ജെഫേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരല്ല, ജസ്റ്റിസ് വൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ പൊളിക്കൽ അത് പൊളിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നി. അപ്പോൾ എന്തായിരുന്നാലും അബിൻ വർക്കി അത് ചോദ്യം ചോദിച്ചത് ചർച്ചയായി. തുടർന്ന് അങ്ങോട്ട് ഇദ്ദേഹം നിരത്തുന്ന വാദങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ വഴിക്കൂടെ പോണ ആൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടി പിൻവലിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇദ്ദേഹം അതിൽ 7-ാം നമ്പറുകാരനെ ഒപ്പിട്ടു. എന്ത് തീരുമാനത്തുമോ ഇദ്ദേഹത്തെ പ്രസിഡന്റാക്കാനും UDF ഒറ്റക്കെട്ടായി പോകാനായിട്ടുള്ള തീരുമാനത്തിലാണ് ഇദ്ദേഹം ഒപ്പിട്ടത്. അതുമാത്രമല്ല, ഇദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും സ്വാഗതം ചെയ്യുന്നു പറഞ്ഞ് ഇദ്ദേഹം മറുപടി മിനിറ്റ്സിന്റെ കോപ്പിയാണത്, ഇയാൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ചാനൽ ചർച്ചയിൽ മുഴുവൻ വെള്ളം കുടിച്ച് എന്തൊക്കെയാണ് ഔസേപ്പ് നിങ്ങൾ കേട്ടു. ഔസേപ്പ് പറയുന്ന ഡയലോഗുകൾ കേൾക്ക്. എന്തായാലും കുടുങ്ങി. എന്നെ കുറേ ആൾക്കാർ കൂടിയിട്ട് അങ്ങോട്ട് കൊന്നു കൊല വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ വെറുതെ ഒന്നും വാർത്ത ചെയ്യില്ല. നമ്മളിട്ട പല വാർത്തയും പല കള്ളന്മാരെയും പല ആൾക്കാരെയൊക്കെ നമ്മൾ നന്നായി പുറത്ത് ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചില വാർത്തകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വെറുതെ കുത്തിരുന്ന് വാർത്ത ചെയ്യുന്ന ആളല്ല. മനസ്സിലായിണ്ട? പിന്നെ ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ കിടന്ന് മിണ്ടാട്ടം മുട്ടിരിക്കുന്ന അവസ്ഥ കണ്ടിട്ടില്ലേ? ഇത് കഴിഞ്ഞ് അതുൽ കൃഷ്ണ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവസാനം. 23-ാം തീയതി ഇങ്ങനെ ഒരു സംഭവം, അദ്ദേഹത്തെ വാട്ടം പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ വന്നു എന്നൊരു സംഭവം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പരിചയമുള്ള ഒരാളുടെ അടുത്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചൂടെ? എന്തുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നു? അതിൻ്റെ കാരണം ഇതാണ്. ഇദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞ കാര്യം അവരത് നിവർത്തിച്ചു കൊടുത്തു. 26-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ അച്ചടക്ക നടപടി പിൻവലിച്ചു. ഇദ്ദേഹം വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസിൻ്റെ 11-ാം വാർഡിലെ. അതിനുശേഷം ഇദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി ലീഡറായും പഞ്ചായത്ത് പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ടും ഇദ്ദേഹത്തെ തീരുമാനിച്ചു. അത് പ്രകാരം ഇദ്ദേഹം പറയണ്, ഞാൻ എല്ലാവിധ സഹായം നമുക്ക് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ വീഡിയോസ് അടക്കം വന്നിട്ടുണ്ട്. മിനിറ്റ്സിൽ ഒപ്പിട്ടേക്കുന്ന മനുഷ്യൻ. എന്നിട്ടാണ് ഇയാൾ കാലത്ത് വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. മനസ്സിലായി? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഈ ആദർശവാദിയായ മനുഷ്യൻ ഡബിൾ ചാട്ടം, മറ്റത്തൂർ ചാട്ടം ഇദ്ദേഹം ചാടുന്നത് ഈ ഇടത് പാളയത്തിലേക്ക്. ഇദ്ദേഹത്തിന് ഇടതുപക്ഷത്തിലേക്ക് പോകാൻ ഒരു കുഴപ്പമില്ല, അതിന് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം തുടക്കം മുതലേ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയൊക്കെയുള്ളൂ, എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളിൽ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ, എന്നെ കോൺഗ്രസ് പുറത്താക്കിയാന്ന് പറഞ്ഞ് ഇദ്ദേഹം ഞാനിതൊന്നും പറയില്ലെന്ന്. പക്ഷേ ഇത് മനഃപൂർവ്വം ആടിനെ തവളയാക്കുന്ന ഈ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിചാരിച്ചതൊന്നും പുറത്തു വരില്ലെന്ന്. പുറത്തു വരും സുഹൃത്തെ. അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിലുള്ള വാർത്തകളൊക്കെ മെയിൻ ചാനലുകാരൊക്കെ ഏറ്റെടുക്കും. എന്തായിരുന്നാലും ഇത് റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയായതിലും ഇത് ചോദ്യങ്ങൾ യഥാവിധി ചോദിക്കേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ അവസ്ഥ അതെന്തായാലും നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നന്ദി, നമസ്കാരം.
23-ാം തീയതി താങ്കൾ അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ 26-ാം തീയതി എന്തിനാണ് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പങ്കെടുക്കുന്നത്? 11-ാം വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ഞാനിപ്പോൾ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്ത് 7ാമതായിട്ട് ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ശ്രീ KR ഔസേപ്പ് എന്നാണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ അന്നേ ഒരു തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 23 കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 26-ാം തീയതിയിലത്തെ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? അതിന് മറുപടി പറയാം. ഇത് ഞാൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൊരേച്ചാലിലോ മറ്റത്തൂർ കുന്നിലോ ഒന്നല്ല പോയത്. എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച ജനങ്ങളുള്ള ആ വാർഡിലാണ് ഞാൻ സന്ദർശനം നടത്തിയത്. ഞാൻ അതുവഴി പോകുമ്പോൾ അവിടെ 10 ആൾ കൂടിയിരിക്കുന്നു കണ്ടു. ഞാൻ അവിടെ കയറി എന്താ പരിപാടി, ഒരു അടുപ്പിൽ തീ പോകുന്നില്ല. ഞാൻ ഇവരെന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന CPI-കാർ സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. വാർഡ് കമ്മിറ്റിയിൽ ഫ്രണ്ടിൽ വെച്ചിട്ടില്ല, വീടിന്റെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടില്ല. പ്രവർത്തകർ കേട്ടില്ല. അതിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ടിരുന്നപ്പോൾ താങ്കൾ വായിച്ചു നോക്കിയില്ലായിരുന്നോ 11-ാം വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് എന്ന്? മിനിറ്റ്സ് ബുക്കിൽ കോൺഗ്രസിന്റെ ആയാലും CPM-ന്റെ ആയാലും ഇപ്പൊ അതിന്റെ പിറ്റേ ദിവസം അവിടെ കുടിവെള്ളത്തിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് 28-ാം തീയതി ഞായറാഴ്ച. അന്ന് ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് 11-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നോ ഇല്ലയോ? ഞാൻ അതുവഴി പോയപ്പോ അവിടെ ഒരു 10 ആളെ കണ്ടു. കോൺഗ്രസ് കൂട്ടായ്മയാണെന്ന് 10, 25, 50 ആൾ വേണ്ട, ആകെ 10 ആളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവര് ഇലക്ഷൻ വിലയിരുത്തലായിരുന്നു. വാർഡ് കമ്മിറ്റിയിൽ എങ്ങനെ 25 പേര്? 10 പേരല്ലേ കമ്മിറ്റിക്കാരല്ലേ കാണുള്ളൂ, പിന്നെ എങ്ങനെ കൂട്ടായ്മ കാണുന്നത്? വാർഡ് കമ്മിറ്റി അല്ല ഉദ്ദേശിക്കുന്നത് അവര്. വാർഡ് കമ്മിറ്റി അല്ല, കോൺഗ്രസിന്റെ കമ്മിറ്റി അതല്ലേ, അല്ലാണ്ട് വാർഡ് കമ്മിറ്റിയാണോ? ഞാൻ അവിടെ കോൺഗ്രസിന്റെ കമ്മിറ്റി എന്ന് എഴുതിയ മിനിറ്റ്സ് ബുക്കിലല്ലേ താങ്കൾ 7ാമതായി പേരൊപ്പിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ മിനിറ്റ്സ് ബുക്കിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി എന്ന് കണ്ടാൽ താങ്കൾ ഒപ്പിടാതിരിക്കില്ലേ? താങ്കൾ ഇത്ര വലിയ വർഗീയ ശക്തിയുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസ് ആണെങ്കിൽ ഒപ്പിടാതിരിക്കില്ലേ? താങ്കൾ എന്തിനാണ് കോൺഗ്രസിന്റെ 11-ാം വാർഡ് കമ്മിറ്റി യോഗം കൂടുന്ന സ്ഥലത്ത് അതിൽ 7ാമതായി താങ്കൾ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിട്ട് പേരെഴുതിയത് എന്തിനാണ്? സ്മൃതി, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നിങ്ങൾ അതിന്റെ 8ാമത്തെ ആളുടെ പേരൊന്ന് വായിച്ചാൻ. അല്ല, എട്ടാമത് ഒപ്പിട്ട ആളുടെ പേരൊന്ന് വായിച്ചാൻ. ആരുടെ പേരാണെങ്കിലും അറിയാനാണ്. അല്ല, ഇത് എന്റെ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ ഒപ്പിട്ടിട്ടില്ല. 8 ഐഷു, 9 PP വർഗീസ് KT, ഇവരൊക്കെ KV തോമസ്, PC ഷാജു, ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണോ? ഇത് അവിടെ ആ വാർഡിലെ അവർ കൂടിയ യോഗത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അതെ അതേന്ന് പ്രശ്നമുണ്ട്. 23-ാം തീയതി തന്നെ വ്യക്തി 26-ാം തീയതി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പ്രശ്നമുണ്ട്. 23-ാം തീയതി ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് അല്ലെ? അവിടെ ഒരു BJP കോൺഗ്രസ് സഖ്യം വരികയാണ്, ഞാൻ അതിന്റെ കൂടെ ഇല്ല എന്നൊരു ക്ലാരിറ്റി അങ്ങ് കിട്ടുകയാണ്. പിന്നെ എന്തിനാണ് അങ്ങ് 26-ാം തീയതി യോഗത്തിൽ പോയി പങ്കെടുക്കുന്നത്? അല്ലല്ല, അങ്ങ് പറയൂ, അങ്ങയുടെ സമയമാണ്, അങ്ങ് പറയൂ. 26-ാം തീയതി മീറ്റിംഗിൽ പറഞ്ഞോളൂ. 26-ാം തീയതി മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അത് സത്യം തന്നെയാണ്. 10 പേരുണ്ടാവുള്ളൂ, ഇപ്പൊ പറയുന്നു 14 പേരുണ്ട്. മീറ്റിംഗിൽ പങ്കെടുത്തുന്നുള്ള സത്യം തന്നെ. എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത അപ്പൊ ഒന്ന് സഹോദരി ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഈ മീറ്റിംഗിലുണ്ട്. ഈ മീറ്റിംഗിൽ അവരും പങ്കെടുത്തിട്ടുണ്ട്. അവരൊന്ന് കാണുക, അവരൊന്ന് കേൾക്കുക എന്നുള്ള പറയുന്നത് ഒരു വല്ല ഇത് പാകിസ്ഥാനൊന്നല്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ ഒരു കൂടി ചേർന്നപ്പോ ഞാൻ അവിടെ കയറി ചെന്ന് ശരിയാണ്. ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തത് ശരിയാണ്. വർഗീയ കക്ഷിയുമായിട്ട് ഒരു കൂട്ടും കൂടണ്ട. വാർഡിന് ഗുണം കിട്ടുന്ന ഏത് നടപടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോക്കോ എന്നാണ് ആ വാർഡിലെ ഒരു തീരുമാനം എടുത്ത് എനിക്ക് തന്നുള്ള നിർദ്ദേശം. നിങ്ങളോട് എന്താ പറഞ്ഞേക്കണെങ്കിൽ മറ്റുള്ള എന്താ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മളാണ് അങ്ങനെ ഒരു മെമ്പറായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ 23-ാം തീയതി കിട്ടിയിട്ട് ഇന്നത്തെ ദിവസം വരെ ഇത് എന്തുകൊണ്ട് ഔസേപ്പ് പുറത്തുവിട്ടില്ല? ഒപ്പം പ്രവർത്തിച്ച ആളുകളുടെ അടുത്ത് എന്നാണ് ഔസേപ്പ് ഈ കാര്യം വ്യക്തമാക്കിയത്? 23-ാം തീയതി രാത്രി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ് ക്ലബിലോ എങ്ങനെയെങ്കിലും ഈ ഔസേപ്പിന് ഇത് ഒപ്പം നിന്നവരുടെങ്കിലും ഈ കാര്യങ്ങൾ പറയായിരുന്നല്ലോ. അപ്പോ ഇത് കൂടി ആലോചിച്ചിട്ട് കുറച്ച് വൈകി കിട്ടിയ സ്ക്രിപ്റ്റ് ആണ് ഇന്ന് ഔസേപ്പ് പുറത്തുവിട്ടത്. അല്ലെങ്കിൽ 23-ാം തീയതി കഴിഞ്ഞിട്ട് ഇത്ര ദിവസം ഉണ്ടായിട്ട് ഈ കാര്യം എന്തുകൊണ്ട് പുറത്തു വന്നില്ല? ഔസേപ്പിന്റെ എത്ര പേരോട് ഒപ്പം വോട്ട് ചെയ്ത വാർഡിലെ ആളുകളുടെ അടുത്ത് പോലും എന്തുകൊണ്ട് ഔസേപ്പ് മിണ്ടിയില്ല? കാരണം ഇത് ഈ CPM ആയിട്ട് കൂട്ടുകൂടിയിട്ട് ഒരു കഥ ഉണ്ടാക്കാനായിട്ട് ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഇന്ന് പുറത്ത് വന്നത് കഥയാണ്, സ്ക്രിപ്റ്റ് ആണത്.